അപ്പൊ നമ്മുടെ ഗെയിമിന്റെ പേര് വിസ്പർ ചലഞ്ച് ആണ്. അറിയാലോ, നമ്മൾ ഹെഡ്സെറ്റ് വെക്കുന്നു, ഒരാളൊരു സാധനം പറയുന്നു, അതെന്താന്നുള്ളത് നമ്മൾ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയണം. നമ്മളിവിടെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിരയായിട്ട് ഞാനിങ്ങനെ നിർത്തും. അപ്പോൾ ഇവിടെ ഇപ്പൊ ഞാൻ വിചാരിക്കണത് നിങ്ങൾക്ക് 3 പേർക്കും ഹെഡ്സെറ്റ് ആദ്യം തരും. ഓക്കെ, അപ്പൊ നമുക്ക് 3 പേർക്കും ഹെഡ്സെറ്റ് തരും. അതായത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നിൽക്കാൻ വിചാരിക്കുക. അപ്പൊ ഹരിച്ചേട്ടൻ ഞാനൊരു ഡയലോഗ് എന്തെങ്കിലും കൊടുക്കും. ഹരിച്ചേട്ടൻ അത് കറക്റ്റ് ഇപ്പുറത്ത് കൊടുക്കുക. ഇപ്പുറത്തെ ആൾ എന്താണോ കേട്ടത് ഇപ്പുറത്തേക്ക് കൊടുക്കുക. ഇവിടെ എന്താണോ കേട്ടത് അപ്പുറത്തേക്ക് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അല്ലല്ല, ഷാനിക്കേനായിട്ടോ കേട്ടത്. അല്ല, തിരിച്ച് നമുക്ക് അപ്പുറത്തേക്ക് പണി കൊടുക്കാം. ഷാനിക്കയുടെ ഹെഡ്സെറ്റ് നമുക്ക് ഹരിച്ചേട്ടനും കൊടുക്കാം. എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കുരങ്ങ ഡയലോഗ് പറഞ്ഞോ? പൊരിച്ച കോഴീന്റെ മണം. കുരങ്ങ പൊരിച്ച കോഴീന്റെ മണം. പൊരിച്ച കോഴീന്റെ മണം. എന്താ? പൊരിച്ച കോഴീന്റെ മണം. പൊരിച്ച കോഴിയുടെ മണം. കുരങ്ങ എവിടെ? പൊരിച്ച കോഴിയുടെ മണം. പൊരിച്ച കോഴിയുടെ മണം. ഓൾമോസ്റ്റ് ഒരു വേർഡ് കൊരങ്ങാന്നുണ്ടായിരുന്നു. കുരങ്ങ. ഞാൻ കുരങ്ങ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഞാൻ നിന്നെ നോക്കിയായിരുന്നല്ലോ ആ സമയത്ത്. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പനാ തങ്കപ്പൻ. താത്തി പിടിക്കും മൈക്ക്. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പനാ തങ്കപ്പൻ. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. നീ പൊന്നപ്പനല്ല, നീ തങ്കപ്പൻ. അല്ല, നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. അതല്ലേ ഡയലോഗാണ്, പക്ഷെ ചെറിയൊരു ശരിക്കും നീ പൊന്നപ്പനല്ലടാ. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. തങ്കപ്പൻ എന്നാ ഞാൻ പറഞ്ഞത്. തങ്കപ്പനാടാ തങ്കപ്പൻ. ആടാ ഇസ് ടു മച്ച്. അതൊന്നും പറഞ്ഞേ. ഒരു ദീപാവലിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റാണോ നീ? നീ പൊന്നപ്പനല്ലടാ തങ്കപ്പനാടാ തങ്കപ്പൻ. തങ്കപ്പൻ പറഞ്ഞു, ഇവളാണ് തങ്കപ്പൻ വിഴുങ്ങിയത്. ഹരിച്ചേട്ടന്റെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വൺ. ഓക്കെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ എന്നുള്ള ഗതി. പതുക്കെ കാണിച്ചു തരാമേ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോടാ ഗതി. മിക്കവാറും രമ്യ തെറ്റിച്ചോണ്ടിരിക്കായിരിക്കും. മനസ്സിലാക്കിയതങ്ങ് പറഞ്ഞോ. കേട്ടത് പറഞ്ഞോ. നീ ഇവിടെ പ്രമാണമാണ് പച്ചാളം. നീ ഇവിടെ പച്ചാളം. കാത്തോണേ. ഇതായിരുന്നു കറക്റ്റ്. നീ ഇവിടെ പച്ചാളം. നീ ഇവിടെ പച്ചവെള്ളം. നീ ഇവിടെ പച്ചാളം. ഞാൻ അത്ര കേട്ടുള്ളൂ. നീ ഇവിടെ പച്ചാളം. കേട്ടോ, ഇവിടെ പച്ചാളം. ഓക്കേ, മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്യോ. എന്റെ അറിവിൽ നീ ഇവിടെ പച്ചാളം എന്നാണ് പറഞ്ഞത്. ഭാവന അത് കറക്റ്റാ പറഞ്ഞു കൊടുത്തത്. ഇനി ഞാൻ പറഞ്ഞത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതാണോ? അതായിരുന്നു കറക്റ്റ്. ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആയിരുന്നില്ല കേട്ടോ. എന്നിട്ട് അവിടെ പറഞ്ഞല്ലോ. ഇവിടെ ഒന്നും അറിയാതെ ഊഹിച്ചു പറഞ്ഞതാ. പച്ചാളം എന്ന് കേട്ടിട്ട് ഇവള് തിരിഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ഗതി. അത്രയുണ്ടോ? ഇവള് പറഞ്ഞത് നീ എവിടെ പോയാലും പച്ചാളം. ശരി, ഒരെണ്ണം കൂടി തരാം. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആക്ഷൻ കാണിച്ചു കൊടുക്കുക. അത് കിട്ടും. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നെ
ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മതി 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 15 പ്രാവശ്യം ഒന്നും നടക്കുന്നില്ല. 15 ഒറ്റ പ്രാവശ്യമേ പ്രാവശ്യം. ഉള്ളൂ. എന്നാ പിന്നെ എനിക്ക് ആദ്യത്തെ നന്നായിട്ട് പറയാൻ പറ്റുമായിരുന്നു. ഒന്ന് ആ സൂക്ഷിച്ച് നോക്കിയേ, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ശേ ശാരിക്ക. അയ്യോ ഞാനപ്പോ എങ്ങോട്ടാ? ആ അല്ല അവിടെ ഇനി ഇവിടെ ഹെഡ്സെറ്റ് കൊടുത്തു. അയ്യോ ആരാ? കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. ശാരിക്ക കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. സൂപ്പർ. കഴിഞ്ഞില്ല, ഇനി നമ്മളെ ടഫാക്കണം. എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാൻ അറിയൂ. ആദ്യം ഇറക്കണം. എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. ഓക്കെ. എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ. എനിക്ക് എഴുതാനല്ലേ അറിയൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. ഓക്കെ 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഇല്ല 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 ചേട്ടാ. ഇങ്ങോട്ട് പറ. എനിക്ക് എഴുതാൻ അല്ലേ അറിയുള്ളൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. ഓക്കെ 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 ഓക്കെ. ആ നിനക്ക് ഞാൻ മെച്ചം കേട്ടോ. കഴിഞ്ഞു കഴിഞ്ഞു. എന്റെ വകയിൽ ആർക്കെങ്കിലും അറിയോ? എന്റെ വകയിൽ ആരൊക്കെങ്കിലും അറിയോ? എനിക്കറിയില്ല. ആ പറ പറ പറ. എന്റെ വകയില് ആരെങ്കിലും അറിയോ? എന്റെ വകയിലെ അളിയന്റെ മകൻ. എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. എന്തായിരുന്നു ഷാനിക്ക ഡയലോഗ്? എനിക്ക് എഴുതാനല്ലേ അറിയൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. ഞാൻ എന്റെ വകയില് ആരോ എന്റെ വകയിലെ അമ്മാവനെ അറിയോ മകനെ എന്ന്? ഞാൻ എന്റെ വകയിലെ അളിയൻ അമ്മാവൻ. ഓക്കെ ലാസ്റ്റ് ലാസ്റ്റ് കേട്ടാ. ആ സൈല് പറഞ്ഞു. We are not beggars. We are poor. Coolies. Trolley pullers. ഓക്കെ. ആ വിധി. ഒരു എസ്സേ ഉണ്ടല്ലോ. വൺ മോർ ഇംഗ്ലീഷാ. 3 വി ആർ. അത് മനസ്സിലാവും ഷാനിക്ക. We are not beggars. We are. അയ്യോ എനിക്കത് അറിയില്ല. ജയന്റെ സിനിമ. അയ്യോ. We are not beggars. We are not beggars. We are coolies. We are not beggars. ഹരിയുടെ മനസ്സിൽ നിന്ന് കത്തുകയാണ്. We are കത്തുകയാണ് സുഹൃത്തുക്കളെ, കത്തുകയാണ്. coolies. മതി. എടി നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. We are not beggars. We are coolies. കുറച്ച് കരുണ കാണിക്കണം മോളെ. അളിയ ശബത്തി കുത്താതെ അളിയാ. വെയിറ്റ് ആ വെയിറ്റ് ആ വെയിറ്റ്. കുറച്ച് കൂടുതലാണെന്നാണോ? We are not. അയ്യോ എനിക്ക് കിട്ടി. നിന്നോട് അവന് നോക്കാൻ പറഞ്ഞിട്ടില്ല. നീ അവനെ നോക്കിയിട്ടാ പറയേണ്ടത്. അറിയാ. We are not beggars. We are trolley pullers. We are not beggars. We are trolley pullers. പറ പറ. We are not beggars.
വി ആർ കൂലി. ജയന്റെ ഡയലോഗാന്ന് എനിക്കറിയാം. Correct. അനശ്വരനായ നടൻ ജയന്റെ ഡയലോഗ്. എന്റെ അമ്മേ ഞങ്ങൾക്ക് കുറച്ച് കഴിവ് കൂടിപ്പോയി. കൂടുതലല്ല, കുറേ നേരം നിങ്ങൾ എടുത്തു സമയം. നമുക്ക് അധികം സമയം അലോട്ട് ഷാനിക്ക ആ ഡയലോഗ് ഫുൾ അങ്ങ് പറഞ്ഞു കൊടുത്തേ. ഏതാ? ആ നമ്മളിപ്പോ പറഞ്ഞ ഡയലോഗ് കുറച്ച് We are not beggars, coolies, trolley pull. അല്ല അങ്ങനെ ശരിക്കും ഡയലോഗ് എന്താ? പറയ് ഷാനിക്ക. We are not beggars. We may be poor. Coolies. Trolley Trolley pullers. pullers. അല്ല അതൊന്നും ഇല്ല. ഞാൻ ആ സിനിമ കുഴപ്പമില്ല. ചിത്രം പിടിച്ചല്ലോ. അതെ, അവിടെ വരെ എത്തിയപ്പോ ഭാവന ഇത് പറ്റില്ല. ഒരു essay. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? മനോഹരമാണ്. പറയൂ. ഞാൻ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഞാൻ എന്റെ ഒരു ഇത് നമ്മളിങ്ങനെ നോക്കില്ലേ എന്താ ഇത്? ഞാൻ ഇത്രയും ശ്രദ്ധയോടെ ഈ അടുത്തൊന്നും ഇരുന്നിട്ടില്ല. ഞാൻ ഇത്രയും ശ്രദ്ധിച്ച് വായി നോക്കിയിട്ടില്ല. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ഗെയിമോട് കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പൊ 4 പേരും സീറ്റിൽ പോയിരുന്നോളൂ.